ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? ഒരുപാട് ദിവസങ്ങളായിരിക്കുന്നില്ല നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നതാ ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 2 കോഴിമുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് അടുപ്പത്തൊരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വഴറ്റി പേസ്റ്റ് പോലെ ആക്കൊന്നും വേണ്ട, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്കുള്ള പൊടികളെന്ന് വെച്ചാൽ ഈ ഒരു പൊടി മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഒന്നും ഇല്ലാത്ത വീട് ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ, നമ്മൾ എന്തൊക്കെയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും ചിക്കൻ മസാലയൊക്കെ. പിന്നെ അതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് പുഴുങ്ങിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് വെച്ചാട്ടോ. അത് അധികം കട്ടയും തരിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മൾ ഗ്ലാസിൻ്റെ ബാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കണ്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ് കേട്ടോ, പുഴുങ്ങിയിട്ടുള്ള കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ കോഴിമുട്ടയും കൂടി ഉപ്പിട്ട് കണ്ട് പുഴുങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കോഴിമുട്ടൻ്റെ നമ്മൾ മുറിക്കണീൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കട്ടോ. ഞാനിപ്പോൾ പൊടിയായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി വേണം കേട്ടോ. മല്ലിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പൊരിച്ചിട്ട് അത് ഇങ്ങനെ എന്താ പറയുക, കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ മല്ലിൻ്റെ ഇലയും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കോഴിമുട്ടൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, പക്ഷേ ഇതന്നെ ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. 2 കോഴിമുട്ട ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ്, ഒരു പാക്കറ്റ് ബ്രെഡിന് ഈ ഒരു 2 കോഴിമുട്ട നല്ല കണക്കായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കോഴിമുട്ടക്ക് പകരം ഇപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ അല്ലിയാക്കി അടർത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനോ കോഴിമുട്ട എന്താ വേണ്ടത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഞാനൊരു പിടി മല്ലിൻ്റെ ഇലയും കൂടി ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല ഉണ്ടാക്കാൻ, ഫില്ലിങ്സ് ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എനിക്ക് കിട്ടിയിട്ടുള്ള ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തിന് ഇങ്ങനെ പൊടിഞ്ഞു പോണ സൈസ് ബ്രെഡായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കാട്ടി വീതിയുള്ള ബ്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സമൂസൻ്റെ ഒക്കെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്രെഡിൻ്റെ അരികൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ അരികുവശം നമുക്ക് കളയൊന്നും വേണ്ട. നമുക്ക് പിന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതിട്ടോ. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അതാ ഞാൻ സ്പൂണായിട്ട് ഇങ്ങനെ കോരിയിട്ട് ഇതിലേക്ക് നല്ല പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഉള്ളതുകൊണ്ട് ബ്രെഡിൽ നല്ലോണം അവിടെ സ്റ്റിഫായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കട്ടോ. ഫില്ലിങ്സ് എത്ര വേണമെന്നൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമൊക്കെ ഞാൻ സ്പൂണായിട്ട് ഇങ്ങനെ കോരിയൊക്കെ നല്ല വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്, പിന്നെ നമുക്ക് നമ്മളെ കൈയുള്ളപ്പോൾ പിന്നെ നമ്മൾ സ്പൂണായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. നല്ല ബോളാക്കിക്കാണ്ട് ബ്രെഡിൽ വെച്ചെടുത്തിക്കാണ്ട് ഒന്നും കേട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിട്ട് കൈയേറ്റ്. അപ്പോൾ നല്ലോണം നമ്മൾ ആ ബ്രെഡിൻ്റെ അതേ പാകത്തിനായിട്ട് ഇങ്ങോട്ട് പരന്ന് വന്നോളൂ കേട്ടോ. പിന്നെ അതേമാതിരി സ്ക്വയർ ടൈപ്പിൽ സ്ക്വയർ ടൈപ്പ് അല്ലല്ലോ, ഒരു ത്രികോണ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കത്തിയിട്ട്. അപ്പോൾ ഇത് എന്താ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രെഡ് പൊടിഞ്ഞു പോണ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ഈ സ്ക്വയർ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതിനൊരു ബാറ്ററും കൂടി ഉണ്ടാക്കിയെടുക്കാണ്ട് ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കല്ല, ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിതെല്ലതും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെന്ന് കണ്ടിട്ടൊക്കെ തന്നെ ഒരു പാത്രം നിറയെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു 2 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരം അത്യാവശ്യം വയറ് നല്ലോണം ഫില്ലാവണ മാതിരി തന്നെ കഴിക്കാനും കഴിയും. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും കഴിയും കേട്ടോ. 2 കോഴിമുട്ടയും ഇതൊക്കെ ബ്രെഡൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളെടുത്തിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ക്രിസ്പി ആയിട്ട് ഇരിക്കും ചെയ്യും. അധികം എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു അത്യാവശ്യം ലൂസും വേണം, എന്നിട്ട് ഒരുപാട് തിക്കാവും ചെയ്യരുത്. അങ്ങനത്തെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കട്ടോ. നമ്മളിപ്പോൾ കട്ട്ലറ്റൊക്കെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേക്കാട്ടി കുറച്ചും കൂടി കട്ടി വേണം. അങ്ങനെ ഒരു ബാറ്ററാക്കി എടുത്തിട്ട് നമ്മളെ ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇതിൽ ഫസ്റ്റ് ഞാൻ ഇതേമാതിരിയൊക്കെ കമ്പും കോലൊക്കെ ഞാൻ എടുക്കട്ടോ, കയ്യമ്മ ആക്കണ്ടെന്നൊക്കെ വിചാരിച്ച് കണ്ട്. പിന്നെ എനിക്ക് കൈ തന്നെ വേണ്ടി വരും കേട്ടോ. എനിക്ക് എന്തായാലും പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണതിനൊക്കെ പിന്നെ എളുപ്പം കൈ കൊണ്ട് ചെയ്യണതാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് കണ്ട് ഇതേമാതിരി കൈ കൊണ്ട് തന്നെ നല്ലോണം മുക്കി പൊരിച്ചെടുക്കും. നമ്മളെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനൊക്കെ ഉള്ളതല്ലേ, നമ്മൾ നല്ല വൃത്തിയോടെ തന്നെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതേമാതിരി സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിക്കാണ്ട് മുക്കി പൊരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം 2 ഭാഗം നല്ല മൊരിയണമാതിരി ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. അത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ കറുമുറാന്നിരിക്കും കേട്ടോ. എണ്ണ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ഒരുപാട് എണ്ണ ഇങ്ങോട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുമില്ല കേട്ടോ. ഇതൊന്ന് ബ്രെഡൊന്ന് 4 സൈഡൊന്ന് മുങ്ങിക്കിടക്കാനുള്ള ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി ആ ഓയിൽ നമുക്ക് പൊരിച്ച് കഴിഞ്ഞാലും ചട്ടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രെഡ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ബ്രെഡിൻ്റെ മേലെ ഒരു കോട്ടിങ്ങും കൂടി വരുമ്പോൾ നമ്മൾക്ക് ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. എണ്ണ കുടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊണ്ടയിലെ കിച്ചൊന്നും മാറിയിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ ആണല്ലോ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ കമൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. പിന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് തുടർന്ന് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്നെ സ്നാക്സിൻ്റെ വീഡിയോ ഒരുപാട് ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ നോമ്പൊക്കെ ആവാനാകുമ്പോഴത്തേന് ഒരുപാട് വെറൈറ്റി സ്നാക്സുകളൊക്കെ പ്രതീക്ഷിക്കുക കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ നല്ലൊരു ചൂട് കട്ടനും സോസോ ടൊമാറ്റോ സോസും മയണൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബഹുക്കേമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഉള്ളൊന്നും മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, ഫില്ലിങ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മളെ സ്നാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും, നല്ല ആവി പറക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി